കുപ്പായത്തൊഴിലാളികൾ കൊന്നുതിന്ന അലീനമാരുടെ കണ്ണുനീർ വീണ ക്ലാസ് മുറികൾ. കത്തോലിക്ക സഭയിലെ കൂദാശ മാഫിയകളുടെ ചൂഷണത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട അലീനയ്ക്ക് ആദരാഞ്ജലികൾ. സഭയുടെയും വിശ്വാസികളുടെയും ഉന്നമനത്തിനെന്ന പേരിൽ വിശ്വാസികളുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് ആശുപത്രികളും സ്കൂളുകളും കെട്ടിപ്പൊക്കുകയും അവ സ്വകാര്യ ട്രസ്റ്റാക്കി കച്ചവടം നടത്തുന്ന ലോഹക്കുർവാന തൊപ്പിത്തൊഴിലാളികൾ. ഇവിടെ സ്ഥാപനങ്ങളിൽ ഒരു അഡ്മിഷൻ വേണമെങ്കിലോ അധ്യാപക നിയമനം വേണമെങ്കിലോ സ്വന്തം സമുദായാംഗങ്ങൾ ആണെങ്കിൽ പോലും ലക്ഷങ്ങൾ കോഴയായി നൽകണം. ന്യൂനപക്ഷ ഉന്നമനത്തിനെന്ന പേരിൽ NOC മേടിച്ച് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ആണിതൊക്കെ എന്നോർക്കണം. സഭകളും കൂദാശ തൊഴിലാളികളും വിശ്വാസികളെ പിഴിഞ്ഞ് കൊഴുത്തു വീർക്കുമ്പോൾ വിശ്വാസികൾ നിത്യദുരിതത്തിൽ കഴിയുന്നു. പിടിച്ചു നിൽക്കുവാൻ പ്രാപ്തിയില്ലാതെ വരുമ്പോൾ അവർ ജീവനൊടുക്കുന്നു. പക്ഷേ ആ മരണമൊന്നും ഇവിടെ ചർച്ചയാകുന്നില്ല. മാധ്യമങ്ങളുടെ അന്ത്യചർച്ചകളിൽ ഇതൊരു വിഷയമാകുക പോലുമില്ല. കാരണം മറുസൈഡിൽ സമാന്തര സർക്കാരായ കത്തോലിക്ക മാനേജ്മെന്റുകളാണ്. ഫണ്ടിനും വോട്ടിനും ഇവർ കനിയണം. ഇവർ നടത്തുന്ന തന്തയില്ലായ്മകൾ പുതപ്പിട്ട് മൂടണം. ഇവരുടെ കച്ചവടത്തിന് ഭംഗം വരുത്തുന്നവരെ ഇല്ലായ്മ ചെയ്യണം. അതാണ് സ്റ്റേറ്റിന്റെ ഇന്നത്തെ ചുമതല. ഇവരെ വിമർശിക്കുന്നവരെ നിരോധിക്കണം. അതാണ് ജുഡീഷ്യറിയുടെ ഇന്നത്തെ ദൗത്യം. കഴിഞ്ഞ ദിവസം ജീവിതം വഴിമുട്ടിയ 29-കാരിയായ ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തു. അലീന ബെന്നി. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയെ വീട്ടിൽ ജീവനൊടുക്കുന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി. കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയായ അലീന കഴിഞ്ഞ 6 വർഷമായി ശമ്പളം കിട്ടാത്തതിലുള്ള മനോവിഷമം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂളിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലിക്കായി 6 വർഷം മുമ്പ് 13 ലക്ഷം രൂപ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് നൽകിയതായും കുടുംബം പറയുന്നു. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് അവസാന 1 വർഷം അലീന ജോലി ചെയ്തത്. ലീവ് വേക്കൻസിയാണെന്ന് പറയാതെയാണ് നിയമനം സ്ഥിരമാക്കാം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട 30 ലക്ഷത്തിൽ അവരുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന 13 ലക്ഷം രൂപ അവർ മേടിച്ചെടുത്തത്. ആദ്യ 5 വർഷത്തിൽ ശമ്പള ഇനത്തിൽ ലഭിക്കുന്ന തുക മുഴുവൻ സഭയ്ക്ക് പിടിക്കാവുന്നതാണ് എന്ന എഗ്രിമെന്റ് വെച്ചാണ് അലീനയെ അവർ ജോലിക്ക് എടുത്തത്. അപ്രകാരം മാസാമാസം പണം പിടിക്കുകയും ചെയ്തിരുന്നു. അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ ലീവ് വേക്കൻസിയിലായിരുന്ന അലീനയെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് കോടഞ്ചേരിയിലേക്ക് സ്ഥലം മാറ്റി. അവിടെ ഉറപ്പായും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ സ്കൂൾ മാറ്റ സമയത്ത് ശമ്പളം വേണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റ് എഴുതി മേടിക്കുകയും ചെയ്തിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ വിഷമിച്ച അലീനയ്ക്ക് സ്കൂളിലെ അധ്യാപകർ തങ്ങൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് നൽകിയിരുന്നത്. സഹ അധ്യാപകരോടും കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന തൻ്റെ വീട്ടുകാരോടും വണ്ടിക്കൂലിക്ക് പ്രതിദിനം പണം ചോദിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ 29-കാരി ജീവിക്കുവാനുള്ള ആ കൊതിയടക്കി ജീവനൊടുക്കിയത്. തൻ്റെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ട് പഠിച്ചു അലീന. പാടുപെട്ടാണെങ്കിലും കർഷകരായ മാതാപിതാക്കൾ അവളെ B.Ed വരെ പഠിപ്പിച്ചു. അവൾക്കൊരു നല്ല ജോലിയായി കഴിഞ്ഞാൽ അവൾക്കും സ്വന്തം കാലിൽ നിൽക്കാം. വിവാഹം കഴിപ്പിച്ചയക്കാനാണെങ്കിലും ജോലിയുള്ളത് കൊണ്ട് വലിയ കുഴപ്പം വരില്ല എന്ന് അവർ കരുതി. 50 ലക്ഷത്തിന് പോലും അധ്യാപക ജോലിക്ക് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. കത്തോലിക്ക സഭാംഗമായതുകൊണ്ട് 30 ലക്ഷം കൊടുത്താൽ മതി എന്ന് കോർപ്പറേറ്റ് മാനേജർ എന്ന മെത്രാന്റെ പിടിച്ചുവെപ്പുകാരൻ പറഞ്ഞപ്പോൾ ഉള്ള സ്വർണവും വിറ്റ് കല്യാണത്തിന് കരുതി വെച്ച പണവും എല്ലാം കൂടി ചേർത്ത് 13 ലക്ഷം രൂപ സ്വരുക്കൂട്ടിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ പറയുകയാണ്, 30 ലക്ഷമാകുന്നതുവരെ ശമ്പളം തരില്ല, പ്രതിമാസം ഞങ്ങളിത് പിടിക്കും. അത് സമ്മതമാണെന്ന് പാതിരി എഴുതിയും വാങ്ങി. വണ്ടിക്കൂലിക്കോ നല്ലൊരു ഭക്ഷണം കഴിക്കുവാനോ പോലുമില്ലാതെ സ്കൂളിലേക്കോടി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ദുരിതങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. മാസാവസാനം എല്ലാവരും ശമ്പളവും വാങ്ങി സന്തോഷകരമായി പോകുമ്പോൾ തന്നെ ഇതുവരെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഒരു ടീച്ചർ. 1-ാം തീയതി വീണ്ടും രാവിലെ സ്കൂളിൽ പോകുവാൻ മാതാപിതാക്കളോട് വണ്ടിക്കൂലി കെഞ്ചേണ്ട ഗതികേടുണ്ടായ ഒരു പെൺകുട്ടി. സ്കൂളിൽ കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് കാളുമ്പോഴും കുട്ടികളുടെ ടീച്ചറെ വിളിയിൽ ചിരിയോടെ വിളികേട്ട ആ പെൺകുട്ടി ഒടുക്കം ജീവിതം അവസാനിപ്പിച്ചു. കട്ടിപ്പാറ സ്കൂളിലും
ലീവ് വേക്കൻസിയിലാണ് അലീന ജോലിക്ക് കയറിയത്. ഇവിടെ നിയമനത്തിന് സാധ്യതയില്ലാതിരുന്നിട്ടും മാനേജ്മെന്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് ജോലി നൽകിയത്. എന്നാൽ താൻ വീണ്ടും വീണ്ടും കബളിപ്പിക്കപ്പെടുകയാണെന്നും മാതാപിതാക്കൾക്ക് വീണ്ടും താൻ ഒരു ഭാരമാകുന്നു എന്നും വിഷമിച്ചാണ് അലീന ജീവനൊടുക്കിയത്. ഒരു 100 രൂപ പോലും എൻ്റെ മക്കൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും 5 വർഷമായിട്ട് 100 രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാനേജ്മെൻറ്റ് കൃത്യമായ രേഖകൾ കൊടുക്കാനുള്ള അവർ കള്ളാസുകൾ കൊടുക്കണം. അവർ പോസ്റ്റ് തന്ന് അവരതിൻ്റെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരത് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. ഇനി നമുക്ക് താമരശ്ശേരി രൂപതയിലെ മാത്രം അധ്യാപക കച്ചവടത്തിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷം താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 200-ലേറെ ഒഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. 30 മുതൽ 50 ലക്ഷം വരെയാണ് പോസ്റ്റ് ഒന്നിന് കൈക്കൂലി ആവശ്യപ്പെട്ടതെന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ എത്ര കോടിയാണ് ഈ നിയമനക്കോഴ ഇനത്തിൽ മാത്രം ഇവർക്ക് ലഭിക്കുന്നത് എന്ന് കണക്ക് കൂട്ടുക. ഇതിനു പുറമെയാണ് പാതിരിമാരും മടത്തലമ്മമാരും വഴി വരുന്ന വരുമാനം. സർക്കാർ ജോലിയുള്ളവർ ശമ്പളം എഴുതി വാങ്ങി സഭയ്ക്ക് കൊടുക്കുന്നു. ഇതുകൊണ്ടൊന്നും ഇവന്മാർക്ക് ആർത്തി തീരുന്നില്ല. ഈ വരുന്ന കള്ളപ്പണം കൊണ്ടാണ് ഇവന്മാർ സകലമാന അസന്മാർഗിക പ്രവർത്തനങ്ങളും ക്ഷുദ്രപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ അമേദ്യം തിന്നുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവന്മാർക്ക് പരിചയമായി നിൽക്കുന്നു. ഇതുപോലെ എത്രയോ അലീനമാർ മരിച്ചിരിക്കുന്നു. എത്രയോ പേർ ഒരു കയറ് പോലും മേടിക്കുവാൻ മാർഗമില്ലാതെ മരിച്ചു ജീവിക്കുന്നു. ഇത്തരമൊരു മരണമുണ്ടായാൽ സ്വാഭാവികമായും യുവജന സംഘടനകൾ പ്രതിഷേധിക്കേണ്ടതാണ്. DYFI, AISF, SFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകളെല്ലാം നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് ഇവിടെ. പക്ഷേ ആരും അനങ്ങിയില്ല. കാരണം ഉപ്പുപ്പ ബിഷപ്പിന്റെ ലോഹയ്ക്കകത്താണ് മുണ്ണക്കുഞ്ഞാടുകളുടെ ആ വോട്ട് ബാങ്ക് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആനയുടെ മസ്തകത്തിലെ മുറിവിൽ പുഴുവരിച്ചേ എന്ന് ഉറക്ക നിലവിളിക്കും, സമരം നടത്തും. ഇത്രയും കൊടിയ ചൂഷണങ്ങൾ നടത്തി, അനധികൃത ഖനനം നടത്തി, വർഗീയ വിഷം വമിച്ച് നടക്കുന്ന ഈ മോന്റമോന്മാരാണ് ഞായറാഴ്ച സ്വർഗത്തിലേക്ക് നോക്കി നിന്ന് കുർബാന കളിക്കുന്നത്. ഇവന്മാരുടെ കച്ചവടങ്ങൾക്ക് തടസ്സം നേരിടുമ്പോൾ ആളുകളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഇവന്മാർ ചില അപസ്വരങ്ങൾ പുറപ്പെടുവിക്കും. മതമേതെന്നോ ജാതി ഏതെന്നോ നോക്കാതെ സന്തോഷത്തോടെ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഗീയ വിഷം ഇവന്മാർ കുത്തിവെക്കും. ക്രിസ്ത്യൻ വിദ്യാർത്ഥികളോട് മുസ്ലിം വിദ്യാർത്ഥികളെ സൂക്ഷിക്കണമെന്നും അവർ മന്ത്രിച്ചൂതിയ തൂവാല കൊണ്ട് തഴുകിയും ഭക്ഷണത്തിൽ പൊടിയിട്ടും നിങ്ങളെ വശത്താക്കുമെന്ന് പഠിപ്പിക്കും. ചുമ്മാ പ്രസംഗിക്കുന്നതല്ല. സൺഡേ സ്കൂൾ പുസ്തകത്തിൽ അച്ചടിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കൊടുത്ത മഹാനാണ് ഈ കാണുന്ന ഉപ്പുപ്പ ബിഷപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാണം കെട്ട നാണമില്ലാത്ത സാത്താം ബിഷപ്പെ, ഈ അലീന ബെന്നി എന്ന നിന്റെ സഭാംഗമായ യുവതിയെ കൊന്നത് നിന്റെ സഭയോ അന്യമതസ്ഥരോ? എടാ, കാട്ടുപന്നിക്ക് പോലും അതിന്റെ വംശത്തിൽ പിറന്നതിനോട് ഒരു സ്നേഹം കാണില്ലേ? ഈ പാപം യുവതിയെ കബളിപ്പിച്ച് പിടിച്ചു പറിച്ച 5 കൊല്ലം ഒരു വേതനം പോലും കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ച് ചങ്കുപൊട്ടി മരിച്ച ആ പെൺകുട്ടിയുടെ മൃതദേഹം കൂടി നിനക്കൊക്കെ വട്ടം കൂടിയിരുന്ന് കുപ്പായ തൊഴിലാളികൾക്ക് കൂട്ടം കൂടിയിരുന്ന് തിന്നാൻ പാടില്ലായിരുന്നു. ഇത് കത്തോലിക്ക സഭയിലെ മാത്രം അവസ്ഥയല്ല, പല മാനേജ്മെന്റുകളുടെയും അവസ്ഥ ഇത് തന്നെ. ഇതുപോലെ കോർപ്പറേറ്റ് മാനേജുകൾ പണം തട്ടിച്ച എല്ലാവരും ഒന്നിക്കുക. ഒരാൾ പോലും ഇനി നിങ്ങളുടെ ജീവൻ കളയരുത്. ഇവന്മാരെ പക്ഷേ വെറുതെ വിടരുത്. പറഞ്ഞ വാക്കുപാലിച്ചില്ലെങ്കിൽ ഇവന്മാരെ ആ പ്രസ്ഥാനം തുറക്കുവാൻ പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കരുത്. അതുപോലെ ആദ്യം അടികൊടുക്കേണ്ടുന്നത് അധ്യാപക നിയമനത്തിന് 30-50 ലക്ഷം കോഴ കൊടുക്കുവാൻ നിൽക്കുന്ന മുണ്ണകളെയാണ്. ആ പണം ബാങ്കിലിട്ടാൽ പോലും ഇതിലും മെച്ചമാണെന്ന് അറിയുക. മുണ്ണകൾ കാശ് കൊടുക്കുവാൻ ക്യൂ നിൽക്കുന്ന നാട്ടിൽ പള്ളിത്തന്തമാർ ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇവന്മാരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഇവന്മാർക്ക് ഓശാന പാടിക്കൊണ്ടേയിരിക്കും. പിന്നീട് കാശ് പോയെന്ന് മൂങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. അലീന ടീച്ചറെ തേടുന്ന ആ കുഞ്ഞു കണ്ണുകളോട് പറഞ്ഞു കൊടുക്കുക, വെളുത്ത നൈറ്റിയിട്ട പിശാചുക്കൾ ആ പാവത്തിനെ കൊന്നു തിന്നു എന്ന്. അലീനന്മാരുടെ കണ്ണുനീർ വീണ ക്ലാസ് മുറികളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കേരളമേ ലജ്ജിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.